പക്ഷെ ബന്ധുവേതര അവയവദാനം വരുമ്പോഴാണ് ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപാകെ ഈ അപേക്ഷകൾ വരേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം പണമിടപാട് ഇതിൽ ഒരു കാരണവശാലും നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്നതല്ല. പണമിടപാട് സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത മുഖപത്രമായ സുപ്രഭാതം വർഗീയതയുടെ മേമ്പോട് ചേർത്ത അസത്യങ്ങൾ വെള്ളാപ്പള്ളി നിരന്തരം വമിപ്പിക്കുകയാണെന്ന് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നു. RSSനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ വെള്ളാപ്പള്ളി നടത്തുന്നതെന്നും മുഖപത്രത്തിൽ പറയുന്നുണ്ട്. റിയാസ് KM ഉണ്ട് കോഴിക്കോട് നിന്നും. റിയാസ്, എന്തൊക്കെയാണ് വെള്ളാപ്പള്ളിക്കെതിരെ സമസ്ത ഉയർത്തുന്ന വിമർശനങ്ങൾ? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി സർക്കാരിനെയും ഒപ്പം തന്നെ LDFനെയും UDFനെയും എല്ലാം ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ നിരന്തരം വിമർശിക്കുന്ന പശ്ചാത്തലത്തിലാണ് സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം അവരുടെ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിപ്പേടി ആർക്കൊക്കെ എന്ന ശീർഷകത്തിലാണ് സുപ്രഭാതം ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അതിൽ പറയുന്നത് വർഗീയതയുടെ മേമ്പൊടി ചേർത്ത അസത്യങ്ങളാണ് വെള്ളാപ്പള്ളി നിരന്തരം വമിപ്പിക്കുന്നത്. ആ എഡിറ്റോറിയൽ തുടങ്ങുന്നത് തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വാചകം പറഞ്ഞുകൊണ്ടാണ്. അത് ഇപ്രകാരമാണ്: ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക, ശ്രീനാരായണ ഗുരു എന്ന് തുടങ്ങുന്ന വാചകത്തിലാണ് ഈ ഇന്നത്തെ സുപ്രഭാതത്തിൻ്റെ മുസ്ലിം സമുദായ സംഘടനയായ സുപ്രഭാതത്തിൻ്റെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ മുഖപ്രസംഗം തുടങ്ങുന്നത് അങ്ങനെയാണ്. കാലങ്ങളായി അസത്യവും അർദ്ധസത്യങ്ങളും മാത്രം പറയുന്ന, അതായത് കാലങ്ങളായി അസത്യവും അർദ്ധസത്യങ്ങളും മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവിന് കൂടി ബാധകമാണ് ഈ ഗുരുവചനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഈഴവർക്ക് എന്ന വ്യാജേന സവർണ സമുദായങ്ങൾക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ വിടുപണി ചെയ്യുന്നത്. അതുകൊണ്ടാണോ ഈഴവരെ പോലെ തന്നെ അവഗണന അനുഭവിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ. ആ കാര്യം മനസ്സിലാക്കാതെയാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് പറയുന്നു. RSSനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്നത്. ഇസ്ലാമോഫോബിയ എന്ന സംഘപരിവാർ അജണ്ട ഈഴവരിലേക്കും കൂടി പടർത്താനാണ് വെള്ളാപ്പള്ളിയുടെ കുടിലതന്ത്രമെന്ന് സുപ്രഭാതം ആരോപിക്കുന്നു. ഇത്രമേൽ അപരമത വിദ്വേഷം പടർത്തുന്ന ഒരാൾ എങ്ങനെയാണ് നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നതെന്ന് സർക്കാരിനോട് സുപ്രഭാതം ചോദിക്കുന്നു. കാരണം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് നവോത്ഥാന സമിതി. അതിൻ്റെ ചെയർമാനാണ് വെള്ളാപ്പള്ളി നടേശൻ. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിനെതിരെ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന പേരിൽ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ അതിൻ്റെ വൈസ് ചെയർമാനായിരുന്ന ഹുസൈൻ മടവൂർ KNMൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരുന്നു. മാത്രമല്ല, ഇടത് സർക്കാരിന് വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള ഭയമാണോ എന്ന് സമസ്ത മുഖപത്രം ചോദിക്കുന്നു. കേരളത്തിലെ 90% ഈഴവരും വെള്ളാപ്പള്ളിയുടെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല എന്നാണ് സമസ്ത മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, UDFനെതിരെയും അവർ വിമർശനം ഏറ്റവും അവസാനത്തെ വരിയിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളിയുടെ വിഷം ചീറ്റലിൽ UDF തുടരുന്ന മൗനം അത് അപകടകരമാണ്, കപടപരമാണ് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. ഫലത്തിൽ സമസ്ത മുഖപത്രം സർക്കാരിനെതിരെ മാത്രമല്ല UDFനെതിരെ കൂടി വെള്ളാപ്പള്ളിക്കെതിരായ ഈ മൗനം പാലിക്കലിൽ വിമർശനം ഉന്നയിക്കുന്നു. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നിട്ടും എങ്ങനെയാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്ന കാര്യമെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഇന്നത്തെ മുഖപ്രസംഗം. തീർച്ചയായും കടുത്ത വിമർശനങ്ങളാണ് മുഖപത്രത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉള്ളത്. RSSനുള്ള ഒളിസേവയാണ് ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്യുന്നതിലൂടെ വെള്ളാപ്പള്ളി നടത്തുന്നത് അടക്കമുള്ള കടുത്ത വിമർശനങ്ങൾ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. റിയാസ്, മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഈ മുന്നണി വിപുലീകരിക്കാനുള്ള നീക്കങ്ങൾ UDF സജീവമാക്കിയിരിക്കുകയാണ്. ഇടതു മുന്നണിയിലെ അസംതൃപ്തരായിട്ടുള്ള കക്ഷികളെ